ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് എന്താ ചെയ്യുന്നതെന്നറിയോ, ഞാൻ ഇന്ന് എൻ്റെ അമ്മയുടെ സ്പെഷ്യൽ സാമ്പാറാണ്. അപ്പം അതാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിൽ പോയാലോ. സാമ്പാറിന് ആവശ്യമായ പരിപ്പ് വേവിക്കാൻ വേണ്ടി വയ്ക്കാം. വെജിറ്റബിൾ എല്ലാം ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി സാമ്പാറിന് ആവശ്യമായ പിഴുപുളി വെള്ളത്തിലേക്ക് കുറച്ച് നേരം ഇട്ട് വയ്ക്കാം. വെജിറ്റബിൾ വേവാൻ വയ്ക്കുന്ന സമയത്ത് അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ സാമ്പാറിൻ്റെ പരിപ്പ് വെന്തിട്ടുണ്ട്, തുറന്ന് നോക്കാം. കണ്ടോ, പകുതി വെന്താൽ മതി, കാരണം വെജിറ്റബിൾ ഇട്ടിട്ട് വേവിക്കേണ്ടതല്ലേ. വെജിറ്റബിൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് കായപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അടച്ച് വേവിക്കാം. അതിനാവശ്യമായ പൊടികൾ എടുത്ത് വെച്ചിട്ടുണ്ട്. സാമ്പാർ പൊടിയുണ്ട്, പിന്നെ മുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഉലുവാപ്പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. സാമ്പാറിൻ്റെ വെജിറ്റബിൾ എല്ലാം വെന്തിട്ടുണ്ട്. പരിപ്പൊക്കെ നന്നായിട്ട് വെന്തു. ഇനി ഇത് നമുക്ക് കടുക് പൊട്ടിച്ചൊഴിക്കാം. പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ചു കൊടുത്തു. ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളകൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി എല്ലാം തന്നെ ഒരുമിച്ചിട്ട് കൊടുക്കാവേ. ഒന്ന് ഇളക്കി കൊടുക്കുക. തീ നന്നായിട്ട് കുറച്ച് വെക്കണേ, അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകും. നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് നമുക്ക് സാമ്പാർ വേവിച്ച് വെച്ചിരിക്കുന്നതിനകത്തോട്ട്, വെജിറ്റബിൾ വേവിച്ച് വെച്ചിരിക്കുന്നതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. പാനിനകത്ത് കുറച്ച് പൊടി ഇരിക്കുന്നുണ്ട്, അതിലോട്ട് നമ്മുടെ സാമ്പാറിൻ്റെ വെള്ളമില്ലേ, വെജിറ്റബിൾ വേവിച്ച വെള്ളം ഒഴിച്ച് കലക്കി ഒഴിച്ച് കൊടുക്കാവുന്നതാണേ. എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സാമ്പാർ നന്നായിട്ട് തിളക്കട്ടെ. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. സാമ്പാർ വെജിറ്റബിൾ വേവിക്കുന്ന സമയത്ത് വേണേൽ കറിവേപ്പില ഇട്ട് കൊടുക്കാവേ. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് സാമ്പാറിന്. അപ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കെ, ബൈ.